സനാതനധർമ്മ പരിചയത്തിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആചാര്യന് പ്രണാമം. നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സനാതന സ്കൂൾ ഓഫ് ലൈഫിൽ എത്തിയിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മുടെ സനാതന ധർമ്മ പരിചയത്തിൻ്റെ 5ാമത്തെ ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ആ ക്ലാസ്സിന് തൊട്ട് മുമ്പായി എല്ലാ ക്ലാസ്സിലും ചെയ്യുന്നത് പോലെ കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ചുള്ള ആശങ്കകളും ചോദ്യങ്ങളും അവയുടെ മറുപടിയും ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. താരതമ്യേന ചോദ്യങ്ങൾ കുറവായിരുന്നു, അഭിപ്രായങ്ങളാണ് കൂടുതലുണ്ടായിരുന്നത്. എല്ലാവരുടെയും നല്ല വചസ്സുകൾക്കും അഭിപ്രായങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഒന്ന് ചോദിച്ചത് ഈ 4 വേദങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ എവിടെയാണ് ലഭിക്കാൻ ഉള്ളത് എന്നായിരുന്നു ഒരു ചോദ്യം. പുസ്തകങ്ങൾ താരതമ്യേന ഇതെല്ലാം കൂടി ചേർത്ത് കിട്ടുന്ന പുസ്തകങ്ങൾ വളരെ വിരളമാണ്. ഓരോ വേദങ്ങൾ പലരും ഇറക്കിയിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ ചന്ദ്രശേഖരൻ എന്ന വ്യാഖ്യാനത്തോടെ ഋഗ്വേദം ഇറക്കിയിട്ടുണ്ട്. DC ബുക്സ് വരെ OMCയുടെ വ്യാഖ്യാനത്തോടുകൂടി ഋഗ്വേദം 8 വോള്യമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കിട്ടാനില്ല. D. ശ്രീമാൻ നമ്പൂതിരി സമ്രാട്ട് പബ്ലിക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും 4 വേദങ്ങളും 4 പുസ്തകങ്ങളായിട്ട് ഒരു ചെറിയ അർത്ഥത്തോടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആചാര്യ നരേന്ദ്രഭൂഷൺജി 4 വേദങ്ങളും ഒന്നിച്ച് ഒരു പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. കാര്യമായിട്ട് വലിയ വ്യാഖ്യാനം വേണ്ടതില്ല, എങ്കിലും ഇങ്ങനെ കിട്ടാനുണ്ട്. ബാക്കി പുസ്തകങ്ങളുടെ ലിസ്റ്റുകൾ ഞാൻ പുറകെ ഈ നമ്മുടെ ഗ്രൂപ്പിലിടാം. തൽക്കാലം ഇത്രയും പുസ്തകങ്ങളാണ് നമുക്ക് ഏകദേശം അവൈലബിൾ ആയിട്ടുള്ളത്. താരതമ്യേന ഈ ഫീൽഡിൽ പുസ്തകങ്ങൾ വളരെ കുറവാണ്. പിന്നെ ചോദ്യം വന്നത് സാമം സംഗീത പ്രധാനമാണ് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് വിസ്തരിച്ച് പറയാമോ എന്നാണ് ചോദിച്ചത്. ഞാൻ അന്നൊന്ന് പറഞ്ഞിരുന്നു. കാരണം യജ്ഞം പഞ്ചാംഗമാണ് എന്ന് പറഞ്ഞിട്ടതിലെ 5 അംഗങ്ങളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ ഉദ്ഗാതാവാണ് എന്ന് പറഞ്ഞാൽ ഉദ്ഗാതാക്കളുടെ ജോലി ഉറക്കെ പാടുക എന്നാണ്. അപ്പം ഈ വേദമന്ത്രങ്ങളെ ഉറക്കെ ഗാനം ചെയ്യുന്നതുകൊണ്ട്, കാരണം ഋഗ്വേദത്തിലും യജുസിലുമുള്ള പല മന്ത്രങ്ങളും അതേപോലെ സാമത്തിലും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ മന്ത്രങ്ങളെ ഇവരെ ഉറക്കെ പാടുമ്പോൾ, പാടുക എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു സംഗീതത്തിന്റെ മട്ടല്ല അതിനുള്ളത്, സ്വരങ്ങളാണ് പ്രധാനം. ഞാൻ പറഞ്ഞിരുന്നു ഹ്രസ്വ ദീർഘപദങ്ങൾ കൂടാതെ ഉദാത്ത അനുദാത്ത സ്വരിതം എന്നുള്ള 3 തരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്, ഉള്ള സ്വരങ്ങളുണ്ട്. ആ സ്വരങ്ങൾ അനുസരിച്ചിട്ട് വേദം ചൊല്ലുന്ന ഒരു പ്രത്യേക സമ്പ്രദായത്തിന് ഗീതം ഗാനം എന്നൊക്കെ പേര് കൊടുത്തേ ഉള്ളൂ. ആ ഗീതം സമ്യക്കായിട്ട് ആയപ്പോൾ സംഗീതമായി പിന്നീടായി എന്ന് അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉദ്ഗാതാക്കൾ പാടുന്നത് കൊണ്ട് ഉറക്കെ ചൊല്ലുന്നതുകൊണ്ട് അതിനെ സംഗീതം എന്നും അല്ലെങ്കിൽ സാമവേദം സംഗീത പ്രധാനമാണ് എന്നും വന്നു ചേർന്നാണ്. പിന്നൊന്ന്, കേരള ബ്രാഹ്മണരെ ഈ 4 വേദങ്ങളും പഠിച്ച് മറ്റ് ഉള്ള സംസ്ഥാനങ്ങൾ പറയുന്നത് പോലെ ദ്വിവേദി ചതുർവേദി എന്നൊക്കെ പറയാറുണ്ടോ എന്നായിരുന്നു ചോദ്യം. അങ്ങനെയില്ല. കേരളത്തിൽ 3 വേദങ്ങളാണ് ഇതുവരെയായിട്ടും പഠിച്ചിരുന്ന ആൾക്കാരുടെ പരമ്പരകൾ ഉണ്ടായിരുന്നത്. ഋഗ്വേദവും യജുർവേദവും സാമവേദം തീരെ കുറവാണ്. ഋക്കും യജുസുമാണ് കേരളത്തിലെ ബ്രാഹ്മണർ ധാരാളം ചൊല്ലുകയും ധാരാളം അറിയുകയും പഠിക്കുകയും ചെയ്യുന്നത്. സാമവേദം താരതമ്യേന കുറവാണ്. അഥർവവേദം തീരെയില്ല എന്ന് തന്നെ പറയാം. അഥർവവേദത്തിന് കേരളത്തിനേക്കാൾ പ്രചാരമുള്ളത് ഉള്ളത് മറ്റു സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിൽ തീരെ പ്രചാരം കുറവാണ്. അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ 3 വേദങ്ങൾ ഒന്നിച്ച് പഠിച്ചവരായിട്ട് കേരളത്തിൽ തീരെ കുറവാണ്. വളരെ പഠനങ്ങൾ ഉണ്ടായിരുന്നോ എന്നറിയില്ല. എന്തായാലും അടുത്ത കാലങ്ങളിലൊന്നും ഇല്ല. പിന്നെയുള്ളത് സാമൂതിരിപ്പാട്, ഭട്ടതിരിപ്പാട്, നമ്പൂതിരിപ്പാട് എന്നൊക്കെയുള്ള പാട് എന്ന് വന്നത് എന്നൊരു ചോദ്യമായിരുന്നു.
ബഹുമാനസൂചകമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ പാട് എന്നുള്ളത്. പദം എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു മലയാള ഭാഷയുടെ പ്രയോഗമായിട്ട് മാറിയിരിക്കുന്നതാണ്. അതിക്കവിഞ്ഞ വലിയ അർത്ഥങ്ങളൊന്നും അതിനില്ല. അത് നിന്നെയും കൂടെ ചേർത്തിട്ട് ഈ ഒരു പേര് ഉപയോഗിക്കാറുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത, വേദവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ചോദ്യം ചോദിച്ച് സഹസ്രനാമം ചൊല്ലുമ്പോൾ മുടങ്ങിപ്പോയാൽ കുഴപ്പമുണ്ടോ എന്നാണ്. ഒരു കുഴപ്പമില്ല. അത് എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലണമെന്ന് നിർബന്ധമുള്ളതല്ല. അങ്ങനെ ചൊല്ലാൻ പറ്റുന്നെങ്കിൽ ചൊല്ലുക. അല്ല, അശുദ്ധി വരുന്ന സന്ദർഭങ്ങളിൽ, ഇപ്പൊ പെലയോ പാലായ്മയോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും രജസ്വരകളാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അത്രയും ദിവസം 7 ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതില്ല. അത് ചൊല്ലാതിരിക്കുന്നതുകൊണ്ട് ഒരു അപകടമില്ല, ഒരാപത്തുമില്ല, ഒരു ദോഷവുമില്ല. പിന്നെ കുളിച്ച് ശുദ്ധമായി വന്നതിന് ശേഷം വീണ്ടും അത് ചൊല്ലാം. ഈ 6-7 ദിവസങ്ങളില് വിളക്ക് കത്തിച്ചു വയ്ക്കാം. കുളിച്ചു വന്ന് ശുദ്ധമായി വിളക്ക് കത്തിച്ചു വെക്കാം, നാമം ചൊല്ലാം. കീർത്തനങ്ങളും നാമങ്ങളോ ഒക്കെ ചൊല്ലാം, കുഴപ്പമില്ല. അല്ലാതെ സഹസ്രനാമങ്ങളോ മന്ത്രങ്ങളോ ഒന്നും ഈ സമയത്ത് ഉച്ചരിക്കേണ്ട ആവശ്യകതയില്ല. അത് നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ദിവസമാണ് ആകാവുന്നത്. പിന്നെ മൃഗബലിയെ കുറിച്ചാണ് ചോദ്യം ചോദിച്ചത്. മൃഗബലി പിൽക്കാലത്ത് വന്നു ചേർന്നതാണ്. ഏത് കാലത്താന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തില്ല. അത് ബ്രാഹ്മണങ്ങളിലെ യജ്ഞവിധാനങ്ങളിൽ കൂടി വാസ്തവത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അത് പിൽക്കാലത്ത് സ്മൃതികൾ ഈ മട്ടിൽ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച ചില ആൾക്കാർ ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. അതിന് വ്യക്തമായ ഒരു തെളിവുമില്ല. അങ്ങനെ വന്നിട്ട് വാക്കുകളുടെ അർത്ഥത്തെ ആ വഴിക്ക് വ്യാഖ്യാനിച്ച് അത് ഒരു മൃഗബലിയാക്കി മാറ്റി ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതൊക്കെ അവ്യക്തതകൾ ഏറെ ഉള്ളതാണ്. എങ്കിലും നമുക്ക് ചില നിഗമനങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത് അത്രമാത്രമേ ഉള്ളൂ. പിന്നെ ഈ വേദമന്ത്രങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിൽ ഓരോ വരി മാത്രം ചൊല്ലിയ വേദങ്ങൾ മുഴുവനാക്കി ഇടാമോ എന്നാണ് ചോദിച്ചത്. അത് ഗ്രൂപ്പിൽ പുറകെ ഇന്നല്ല അടുത്ത ദിവസങ്ങളിൽ ആ മന്ത്രങ്ങൾ സമ്പൂർണ്ണമായിട്ടും നമുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കത് എഴുതിയെടുത്ത് പഠിക്കാം. ഈ മന്ത്രങ്ങളിലെയും സൂക്തങ്ങളിലെയോ വേദങ്ങളെയോ പഠിപ്പിക്കാൻ നമുക്ക് ഈ ഒരു ചെറിയ ക്ലാസ്സുകളിൽ ഇത്രേ ആവുകയുള്ളൂ. നമ്മളുടെ ഈ ക്ലാസ്സിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ല, ഒരു ജനറൽ സ്റ്റഡി മാത്രമാണ്. ഇതിന് ശേഷം ഈ 48 മണിക്കൂർ 6 മാസം കൊണ്ട് തീരുന്ന കോഴ്സിന് ശേഷം ആരെങ്കിലും താല്പര്യപ്പെടുന്നവരുണ്ട് എങ്കിൽ നമുക്ക് ഏതെങ്കിലും വേദങ്ങളെ കുറിച്ചോ സൂക്തങ്ങളെ കുറിച്ചോ അർത്ഥസഹിതം വിസ്തരിച്ചും വിശദമായിട്ടും പഠിക്കാനുള്ള സംവിധാനം നമുക്ക് അപ്പോൾ ചെയ്യാം. തൽക്കാലം നമുക്ക് ഇത്ര മാത്രമേ ആവുകയുള്ളൂ. നമ്മുടെ ഒരു മൊഡ്യൂളും സിലബസും ഒക്കെ ഈ മട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പോകേണ്ടി വരുന്നത്. ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയായി ചോദ്യോത്തരങ്ങളായി ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കട്ടെ. അഥർവവേദമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. അഥർവവേദം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വേദം 4 ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അഥർവവേദത്തിന് കേരളത്തിൽ താരതമ്യേന പ്രചാരം കുറവാണ്. എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. ഒരു പക്ഷെങ്കിൽ അഥർവവേദത്തിൽ നമ്മൾക്ക് ധരിച്ചിരിക്കുന്ന പോലെ മന്ത്രവാദങ്ങളുടെ ഒരു വേദമാണ് അഥർവവേദമെന്നും 4ാം വേദമാണെന്നും ഇങ്ങനെ പല പേരിൽ അതിനെ നികൃഷ്ടമായോ നിന്ദ്യമായോ അവഹേളിച്ചിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരമ്പര ചിലപ്പോൾ ഇപ്പോഴും വന്നുകൂടിയതാവാം. എന്തായാലും അഥർവവേദത്തെ കുറിച്ച് നമുക്ക് അത്രത്തോളം ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് മാത്രം, ഈ ഒരു കാരണം പറഞ്ഞ് ഈ വേദത്തെ നമ്മൾ തള്ളി മാറ്റി നിർത്തിയിരുന്നതാണ്. എങ്കിലും ഈ അഥർവവേദത്തിലെ പല സൂക്തങ്ങളും മന്ത്രങ്ങളും നമ്മുടെ പൂജാവിധാനങ്ങളിലും ശുദ്ധികൾക്കും അഭിഷേകത്തിനും ഒക്കെ നമ്മൾ താന്ത്രിക വിദ്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ വാസ്തവത്തിൽ 4 വേദത്തിലെയും മന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ അഥർവവേദത്തിന് പറ്റിയ ഒരു പതിത്വം അതിനകത്ത് മന്ത്രവാദക്രിയകൾ പറഞ്ഞു എന്നൊരു പേര് കൊണ്ടാണോ എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ട്. ആ പേര് പറഞ്ഞാണ് ഇപ്പോഴും മാറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വേദത്തിന്റെ വിഷയം ഇതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഋഗ്വേദത്തിന്റെ വിഷയം ജ്ഞാനമാണ്, യജുസിന്റെ വിഷയം കർമ്മമാണ്, സാമത്തിന്റെ വിഷയം ആനന്ദമാണ്, അടുത്ത അഥർവത്തിന്റെ വിഷയം സംരക്ഷണയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ 3 വേദ സംഹിതകളെ സംരക്ഷിക്കലാണ് അതിൻ്റെ ലക്ഷ്യം. ഋഗ്വേദത്തിൽ കൂടി ലഭിച്ച ജ്ഞാനവും യജുസിൽ കൂടി കിട്ടിയ കർമ്മവും സാമത്തിൽ കൂടി കിട്ടിയ ആനന്ദവും
ഇവിടെ പരിരക്ഷിക്കപ്പെടണം, നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം എന്ന് മാത്രമല്ല വരുന്ന തലമുറകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഇവിടെ നിലനിർത്തുകയും വേണം. ഈ ഒരു നിലനിൽപ്പിന്റെയോ സംരക്ഷണത്തിന്റെയോ പരിരക്ഷയുടെയോ വേദമാണ് വാസ്തവത്തിൽ എന്ന് ആ അഥർവവേദത്തിലെ പല മന്ത്രങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. അതിനകത്ത് മന്ത്രവാദക്രിയകൾ പറയുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിലത്തെ ഖണ്ഡത്തിൽ അനുബന്ധമായി അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതല്ല ഈ വേദത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഈ വേദത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം സംരക്ഷണമാണ്, അല്ലെങ്കിൽ പരിരക്ഷയാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്ന് ഈ വേദത്തിൽ കൂടി ഒന്ന് സഞ്ചരിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഏതാണ്ട് 20 കാണ്ഡങ്ങളിലായിട്ടാണ് ഈ വേദ സംഹിതയെ വിഭജിച്ചിരിക്കുന്നത്. എല്ലാ കാണ്ഡത്തിലും കൂടി 5977 മന്ത്രങ്ങൾ. അതായത് ഋഗ്വേദം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം മന്ത്രങ്ങൾ ഉള്ളത് അഥർവത്തിലാണ്. യജസ്സും സാമവും താരതമ്യേന കുറവാണ്. അത്രയും മന്ത്രങ്ങളുള്ള ഈ അഥർവവേദത്തിലെ ഈ പരിരക്ഷയാണ് പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നത്. അഥർവം എന്ന പേര് വരാൻ പല കാരണങ്ങളും പറയാറുണ്ട്. ബ്രഹ്മമഹത്വം സൃഷ്ടിച്ച അഥർവ അങ്കിരസ് എന്ന ഋഷിയാണ് ഈ വേദം കണ്ടെത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പേര് വന്നതാവാം. അല്ലെങ്കിൽ ന ധർവതീതി അധർവ, ധർവതി എന്നൊരു ക്രിയാപദമുണ്ട്, ചലിക്കുക എന്നുണ്ട്. ന ധർവതി എന്ന് വെച്ചാൽ ചലിക്കാത്തത്, സ്ഥിരമായി നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽപ്പിന്റെ വേദം എന്നർത്ഥം. ചഞ്ചലമായി പോകുന്നതേ അല്ല, ഒരിക്കലും നശിക്കാതെ എക്കാലത്തും സ്ഥിരമായി സ്ഥാപിക്കപ്പെട്ട വേദം എന്നുള്ള അർത്ഥത്തിൽ അതിനെ അഥർവം എന്ന വാഗർത്ഥത്തിൽ കൂടി നമുക്ക് വേണമെങ്കിൽ അനശ്വരമായി സ്ഥിരമായി നിൽക്കുന്നതാണ് ഈ വേദം എന്ന് നമുക്കൊരു വിഷയത്തിലേക്ക് എത്താം. പിന്നെ ഇതിന് പ്രധാന വിഷയം ഞാൻ പറഞ്ഞു തന്നെയാണ് രക്ഷ. എന്ത് രക്ഷ? പ്രപഞ്ച രക്ഷ. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലെയും നിലനിൽപ്പാണ്. പാഞ്ചഭൗതികമാണ് ഈ പ്രപഞ്ചം എന്ന് ഞാൻ ഋഗ്വേദം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. പൃഥ്വി, തേജോ, വായു, ആകാശങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. അല്ലെങ്കിൽ ഈ 5 ഭൂതങ്ങളിൽ നിന്നും ഉത്പന്നങ്ങളായ അനേകം എണ്ണമറ്റ കോടിക്കണക്കിന് പദാർത്ഥങ്ങളെ കൊണ്ട് നിഷ്പന്നമാണ്, നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം ഇവിടെ പരിരക്ഷിക്കപ്പെടുകയും ഇനിയും വരുന്ന തലമുറകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഇവിടെ സൂക്ഷിക്കാൻ പറ്റുന്നതുമായ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ആണ് ഈ വേദമന്ത്രങ്ങളിൽ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സംരക്ഷണത്തിന്റെ വേദം എന്ന് പറയാൻ കാരണം. ഇത് നിലനിൽപ്പാണ്, ഒരിക്കലും നശിക്കരുത്. ഈ ജലം എനിക്ക് ഉപയോഗിക്കണം എന്ന് മാത്രമല്ല, വരുന്ന തലമുറക്ക് ഉപയോഗിക്കണം. അഗ്നിയും അങ്ങനെ തന്നെ വേണം, വായുവും അങ്ങനെ തന്നെയാണ്. ഈ പൃഥ്വി, ഈ ഭൂമി, ഈ മണ്ണ് എനിക്ക് മാത്രമല്ല, വരുന്ന തലമുറകൾക്ക് ഉപയോഗിക്കാൻ കഴിയണം. അങ്ങനെ തലമുറകളായി ഉപയോഗിക്കാൻ പറ്റുന്ന മട്ടിൽ ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഒന്നും മലിനമാക്കാൻ പാടില്ല, മലിനമാക്കി ദുരുപയോഗം ചെയ്ത് കളയരുത് ഒരു വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൽ. ഒന്നും നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുന്നതല്ല, ഇവിടെ നമുക്ക് സംരക്ഷിക്കേണ്ടതാണ്. ഈ ഒരു വലിയ സന്ദേശം ഈ വേദം നമ്മുടെ മുമ്പിൽ ആദ്യം വെക്കുകയാണ്. ഒരു സാധനവും ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് നശിപ്പിച്ച് കളയാനുള്ളതല്ല, അത് സംരക്ഷിച്ച് വരുന്ന തലമുറകൾക്ക് പോലും ഉപയോഗിക്കാൻ പാകത്തിനുള്ള സൂക്ഷിച്ചു വെക്കണം. ഈ സൂക്ഷിപ്പിന്റെ ഒരു വേദമാണ് വാസ്തവത്തിൽ അഥർവവേദം. പക്ഷെ ഇന്ന് നമ്മൾ ഇതിനെതിരാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ വേദങ്ങൾ ഈ പാഞ്ചഭൗതികമായ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെ മുഴുവൻ ദേവതകളാക്കി പറഞ്ഞുകൊണ്ടാണ്. കാരണം ദേവതത്വം പരികൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ആരാധിക്കും, നശിപ്പിക്കില്ല, അതിനെ മലിനപ്പെടുത്തില്ല, അതിനെ ചീത്തയാക്കില്ല എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു ഋഷിമാർക്ക്. അതുകൊണ്ട് തന്നെ ആവാം ഋഷിമാർ ഇതിനെയൊക്കെ സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടി ദേവതത്വം എല്ലാ പദാർത്ഥങ്ങൾക്കും കൊടുത്തത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എത്രയെങ്കിലും ഇതൊക്കെ നിലനിൽക്കാൻ കാരണമായത്. പക്ഷെ ഈ പിൽക്കാലത്ത് ഒരുപക്ഷെ പാശ്ചാത്യ സംസ്കാരത്തിന് തള്ളിക്കയറ്റുകൊണ്ട് നമ്മൾ അവരുടെ നിന്നും സ്വീകരിച്ച ഒരു വലിയ ഉപദേശമുണ്ട്, സന്ദേശമുണ്ട്. ഉപയോഗിച്ച് നശിപ്പിച്ചു കളയാനുള്ളതാണ് പദാർത്ഥങ്ങളെല്ലാം. ഈ ഒരു സങ്കല്പം, അതായത് ഒരു ഡിസ്പോസിബിൾ കൾച്ചർ നമ്മൾ അറിയാതെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
അത് അഥർവത്തിനെതിരാണ്. അഥർവം പ്രചരിച്ചാൽ ഇതാവില്ലായിരുന്നു എന്നുള്ള സത്യം. ഇന്ന് ഒരു പക്ഷെങ്കിൽ ഒരു പ്ലേറ്റോ ഗ്ലാസോ ആയിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ വരിക. അത് നമുക്ക് ഉപയോഗിച്ച് അപ്പൊ തന്നെ നശിപ്പിച്ച് കളയാൻ വളരെ സൗകര്യമാണ്, എല്ലാവർക്കും വളരെ എളുപ്പമായി. എവിടെ നശിപ്പിക്കും, എങ്ങനെ ഇത് ഒരു ഇവിടുന്ന് നമുക്ക് മാറ്റപ്പെടും, ഇതൊന്നും നമുക്ക് അത്ര നിശ്ചയമില്ലെങ്കിലും നിത്യോപയോഗത്തിൽ ഉപയോഗിച്ച് നശിപ്പിച്ചു കളയാൻ പറ്റിയ ഒരു വസ്തു, ഉപകരണങ്ങൾ കിട്ടിയപ്പോൾ സന്തോഷമായി. ഇതുകൊണ്ട് തീരില്ല, ഈ ഒരു റേറ്റിംഗ് ക്ലാസ് കൊണ്ട് തീരില്ല. വൈകാതെ കണ്ട് തന്നെ ഒരു ഡ്രസ് കോഡ് വരും, ഉപയോഗിച്ച് നശിപ്പിച്ചു കളയാനുള്ളത്. 5 വർഷമോ 4 വർഷമോ 2 വർഷമോ ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രസ്സ് 6 മാസം പോലും പറ്റില്ലാതാകുമ്പോൾ ഒരു ദിവസം പോലും ഉപയോഗിക്കേണ്ടി വരില്ല. അന്നന്ന് ഉപയോഗിച്ച് നശിപ്പിച്ചു കളയാൻ പാകത്തിന് നമുക്ക് ധാരാളം വസ്തുക്കൾ നമ്മുടെ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രം കൊണ്ട് തീരില്ല, നമ്മുടെ ഗൃഹോപകരണ വസ്തുക്കളെല്ലാം 1 വർഷത്തേക്കുള്ളിൽ ഗ്യാരണ്ടി ഇല്ല. അതിന്റെ ശിരസിൽ എഴുതി വെച്ചിട്ടുണ്ട് 1 വർഷമേ ഉള്ളൂ, 1 ഇയർ ഗ്യാരണ്ടി അല്ലെങ്കിൽ 2 ഇയർ ഗ്യാരണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ നശിപ്പിച്ചു കളയാനേ ഉള്ളൂ, നന്നാക്കാൻ പോലും വാസ്തവത്തിലാവില്ല. അതുകൊണ്ടും തീരില്ല. വീണ്ടും വരുന്നു, നമ്മളുടെ മാതാപിതാക്കൾ ഉപയോഗശൂന്യമായി തീർന്നുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം. ഡിസ്പോസിബിൾ ഫാദർ ആൻഡ് മദർ. അച്ഛനമ്മമാരുടെ ആവശ്യം കഴിഞ്ഞു, ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം. എങ്ങനെ വേണം എന്ന് ഗാഠമായി ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയും തീരില്ല, പിന്നെയും വരികയാണ് ഡിസ്പോസിബിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുട്ടികൾ. ഇങ്ങനെ നിത്യജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരു പാശ്ചാത്യ സംസ്കാരം അറിയാതെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുകയാണ്. അഥർവം അതിനെതിരാണ്. ഇതെല്ലാം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ഒന്നും നശിപ്പിച്ച് കളയേണ്ടതല്ല എന്നുള്ള ഒരു വലിയ പ്രപഞ്ച സത്യം നമ്മെ ബോധ്യപ്പെടുത്തൽ അഥർവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്, കാതലായ സന്ദേശമാണ്. ഈ ചരാചരങ്ങളുടെ നിലനിൽപ്പാണ് നമ്മുടെ വിഷയം. ജ്ഞാനമോ കർമ്മമോ ആനന്ദമോ ഇനിയും ഇവിടെ നിലനിൽക്കണം. എനിക്ക് മാത്രം അനുഭവിച്ചാൽ പോരാ, ഇനിയും വരുന്ന തലമുറകൾക്കും ഇത് സുഖമായി അനുഭവിക്കാൻ പറ്റണം എന്ന് വിചാരിച്ചാണ് ഈ വേദം നമ്മുടെ മുമ്പിലേക്ക് വരിക. ഇനിയും ഈ വേദത്തിലെ മന്ത്രങ്ങളാണ് എന്നുള്ളത് കൊണ്ട് മന്ത്രങ്ങളെ കുറിച്ച് വിസ്തരിച്ചൊരു പഠനമുണ്ട്. പലപ്പോഴും മന്ത്രത്തിന്റെ അർത്ഥം എന്താണ് എന്നറിയാൻ വേണ്ടി മനധാതുവിൽ നിന്നും റൻ എന്ന പ്രത്യയം വെച്ചിട്ട് മന്യതേ സത്ക്രിയതേ ദേവതാവിശേഷാഹ, ദേവതാവിശേഷങ്ങളെ സൽക്കരിക്കൽ. അതാണ് മനധാതുവിന് വിചാരണ, ജ്ഞാനം, സത്കാരം എന്ന് 3 അർത്ഥമുണ്ട്. അപ്പൊ വിചാരണ ചെയ്യുവാൻ, അറിവ് നേടാൻ, അവരെ സത്കരിക്കാൻ, ഇതിനെല്ലാം മന്ത്രം എന്നുള്ള വാക്കുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഋഗ്വേദം ഹോതാവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, യജുർവേദം അധുര്യമാണെങ്കിൽ, സാമവേദം ഉദ്ഗാതാവാണെങ്കിൽ, അഥർവവേദം ബ്രഹ്മനിൽ നിക്ഷിപ്തമാണ് എന്നിങ്ങനെ വേദത്തിന്റെ പൊതുവായ സ്വഭാവം പറഞ്ഞിട്ട് യജ്ഞ വിഘ്ന നിവാരണമാണ് അന്ന് വേദങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം അറിവുണ്ടായി, യജ്ഞാദികളായ കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചു. പക്ഷെങ്കിൽ ഈ യജ്ഞകർമ്മത്തെ തടയുവാൻ, നശിപ്പിക്കുവാൻ ആസുരവും രാക്ഷസീയവുമായ കുറെ ശക്തികൾ ഉണ്ടായിരുന്നു. ആ ശക്തികളുടെ വലയത്തിൽ അകപ്പെട്ടിട്ട് ഈ ഒരു യജ്ഞവും പൂർത്തീകരിക്കാനാവാതെ വിഷമിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അത് എങ്ങനെ രക്ഷിക്കണമെന്നറിയാൻ വേണ്ടി, അവരെ നശിപ്പിക്കാൻ വേണ്ടി ഭൂതപ്രേതാദികളായ പിശാചാദികളായ ദുർബാധകളെയോ രാക്ഷസീയമായ ശക്തികളെയോ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആഭിചാരക്രിയകളോ അല്ലെങ്കിൽ ചില മന്ത്രവാദക്രിയകളോ ആവിഷ്കരിച്ചിരുന്നിരിക്കണം. അത് ഈ വേദത്തിന്റെ അവസാന വിഷയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ല ഈ വേദത്തിന്റെ അങ്ങനെ വരെയും ഈ വേദം സംരക്ഷണം ചെയ്തിരുന്നു എന്നാണ്. അല്ല, അത് മാത്രമല്ല എന്റെ വിഷയം, അതിനു മുമ്പ് എത്രയെത്രയോ വിഷയങ്ങൾ കൂടി ഈ വേദം ഇവിടെ പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഇനി മറ്റൊന്ന്, ഇന്ന് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ചികിത്സാശാസ്ത്രമായ ആയുർവേദം. ആയുർവേദം ഋഗ്വേദത്തിന്റെ ഉപവേദമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അഥർവവേദത്തിലെ അനേക മന്ത്രങ്ങൾ, ആദ്യത്തെ ഒരു 2-3 ഖണ്ഡങ്ങളിലെ മന്ത്രങ്ങളൊക്കെ ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന അത് തന്നെയാണ്. അല്ലെങ്കിൽ ഈ അഥർവത്തിൽ നിന്നും സ്വീകരിച്ചതാണ് അതിന്റെ ശ്ലോകങ്ങൾ നമുക്ക് കണ്ടറിയാം. അഥർവത്തിൽ അനേകം മന്ത്രങ്ങൾ ആയുർവേദത്തെ കുറിച്ച് പറയുന്നതാണ്. ചികിത്സ, അവരുടെ പ്രാർത്ഥന, ഇതൊക്കെ ധാരാളം അഥർവത്തിലുണ്ട്.
യത് ഭേഷജം തദമൃതം തദ് ബ്രഹ്മ. യാതൊന്നാണോ ഭേഷജം, യാതൊന്നാണോ അമൃതം, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് ഈ ഭേഷജത്തെയും അമൃതത്തെയും ബ്രഹ്മത്തെയും ഒരേപോലെ ഒരേ രീതിയിൽ കണ്ട് ആദരിച്ചിരുന്നു ഈ വേദം. ഈ അഥർവ വിധി അനുസരിച്ച് ചികിത്സാവിധി 4 വിധത്തിലാണ്. ഒന്ന് അഥർവണി, ആംഗിരസി, ദൈവി, മനുഷ്യജ എന്നീ 4ആയിട്ട് തിരിക്കാം. അഥർവണി എന്നുള്ളത് കൊണ്ട് യോഗികൾ ഔഷധം കൂടാതെ ചികിത്സിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ യോഗികളുടെ സാന്നിധ്യമോ അവരുടെ ഒരു സ്പർശനമോ അവരുടെ തലോടലോ അവരുടെ ഒരു മന്ത്രമോ ഒരു വാക്കോ അവരുപയോഗിച്ചാൽ അതുകൊണ്ട് രോഗത്തെ ഭേദമാക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മറ്റൊരു പരിഷ്കരണമായിരിക്കണം ഇന്ന് ആധുനിക കാലത്ത് അക്യുപങ്ചറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ചികിത്സാ വിധാനങ്ങൾ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ സൈക്കോതെറാപ്പികളും ഒക്കെ ഒരു പക്ഷെങ്കിൽ ഇതിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത് തന്നെ ആയിരിക്കണം. ഇങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയം മേ ഹസ്തോ ഭഗവാൻ അയം, എന്റെ ഈ കൈ നോക്കൂ, ഈ കൈ കൊണ്ട് വിശ്വ ഭേഷജോയം ശിവ അഭിമഷ്ട, എന്റെ ഈ ഒരു കൈ കൊണ്ട് തന്നെ ഈ രോഗിയിലുള്ള സമസ്ത രോഗങ്ങളെയും മാറ്റാൻ പറ്റുന്ന ഒരു ഭേഷജമാണ് എൻ്റെ ഈ വിരല്, എൻ്റെ ഈ കൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ശക്തി ഋഷിമാർ എത്രയോ കാലം തപസ്സു ചെയ്തു നേടിയെടുത്ത ഒരു ശക്തി കൊണ്ട് രോഗങ്ങളെ ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു ആചരണ സംവിധാനത്തെയാണ് അഥർവണി എന്ന അഥർവേദത്തിലെ ചികിത്സാ സമ്പ്രദായത്തിൽ ഒന്ന്. പിന്നൊന്ന് ആംഗിരസി. അത് വാസ്തവത്തിൽ ഹോർമോൺ ചികിത്സയെ കുറിച്ചുള്ള ഒരു സംവിധാനം ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുക. നമുക്ക് വായിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഉള്ളത് ദൈവി. ദൈവി എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ചുള്ള, അതായത് ഇന്നത്തെ പ്രകൃതി ചികിത്സ മുഴുവൻ ഭൂത ചികിത്സ എന്നതിന് പറയാം. ഈ പ്രകൃതി ചികിത്സ മുഴുവൻ ഈ ദൈവി എന്ന ചികിത്സാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒടുവിലത്തേതാണ് മനുഷ്യജ, അല്ലെങ്കിൽ അത് ഔഷധ നിർമ്മാണമാണ്. മനുഷ്യൻ ഔഷധങ്ങളെ ചെടികളിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത് നിർമ്മിച്ച് രോഗത്തിന് പ്രതിരോധമായിട്ട് കൊടുത്ത് ഉപയോഗിച്ചു. അതിനെയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ 4 വിധത്തിലുള്ള ചികിത്സാ സമ്പ്രദായം അഥർവവേദം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിന് ജ്യോതിശാസ്ത്രം പോലും പരിരക്ഷയുടെ ഒരു ഭാഗമാണ്. മനുഷ്യ ജീവിതത്തിന്റെ പരിരക്ഷ എങ്ങനെ വേണം എന്ന് ജ്യോതിശാസ്ത്രത്തിൽ കൂടി സാക്ഷാത്കരിക്കുന്ന ഒരു സമ്പ്രദായം, അതും വാസ്തവത്തിൽ ഈ വേദത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി എല്ലാ തരത്തിലുമുള്ള ഒരു സംരക്ഷണം നമുക്ക് നിത്യജീവിതത്തെ നൽകാനാണ് ഈ വേദം എപ്പോഴും ആഹ്വാനം ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വേദത്തിന്റെ അകത്തേക്ക് കടന്നു നോക്കാം മുഴുവൻ. കാരണം എത്ര ദീർഘമായ മന്ത്രങ്ങളുണ്ട്. 20ഓളം അധ്യായങ്ങൾ, ഖണ്ഡങ്ങളാണ്. അതിൽ കൂടി ഒന്നും നമുക്ക് സഞ്ചരിച്ചു പോകാൻ പറ്റില്ല. അതിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചു പോകാം. എങ്കിലും ആദ്യത്തെ മന്ത്രം നമുക്കറിയണമല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാ വേദങ്ങളിലെയും ആദ്യത്തെ മന്ത്രം ഉച്ചരിച്ചും പഠിച്ചും അർത്ഥം പറഞ്ഞും ശീലിച്ചു വന്നുകൊണ്ട് അതിലെ ഒരു മന്ത്രത്തിലേക്ക് ആദ്യത്തെ മന്ത്രം ആരംഭിക്കുന്നത് ഏ ത്രിഷപ്ത പര്യന്തി വിശ്വ രൂപാണി ബിഭ്രത വാചസ്പതിർബല തേഷാം തന്വദ്യ ദധാതു മേ എന്നൊരു മന്ത്രം കൊണ്ടാണ്. ഏ എന്ന് വെച്ചാൽ യാവകളാണോ, യാതൊന്നാണോ. അവിടെ ത്രിഹി സപ്ത, 3ഉം 7ഉം എന്നാണ്. കൂടി ചേരുമ്പോൾ ത്രിഷപ്ത എന്നാകുന്നു. അപ്പൊ ത്രീ എന്ന് വെച്ചാൽ 3 എണ്ണങ്ങൾ എന്നാണ്. 3 എണ്ണങ്ങളുള്ള ഒത്തിരി ഈ ലോകത്തിലുണ്ട്. ത്രിഗുണങ്ങള്, ത്രിമൂർത്തികള്, 3 അഗ്നികള്, സൂര്യൻ, അതുപോലെ ചന്ദ്രൻ, അതേപോലെ ഈ ഭൂമിയിൽ കാണുന്ന അഗ്നി, ഇങ്ങനെ പല 3 തരത്തിലുള്ള അഗ്നികൾ. ഇങ്ങനെ 3ആയിട്ട് വ്യവഹരിക്കപ്പെടുന്ന ഈ പ്രകൃതിയിലുള്ള സമസ്ത പദാർത്ഥങ്ങളെയും അവിടെ ത്രി എന്നൊരു ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കാം. പിന്നെ സപ്ത, 7 കൊണ്ട് വ്യവഹരിക്കപ്പെടുന്നത് എന്നർത്ഥം. സപ്തമുനികള്, സപ്തധാതുക്കള്, സപ്തപദാർത്ഥങ്ങൾ, സപ്തലോകങ്ങൾ എന്നിങ്ങനെ 7 എന്നുള്ള സംഖ്യ കൊണ്ട് വ്യവഹരിക്കപ്പെടുന്ന അനേകം സംഘങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അങ്ങനെ 7ഉം 3ഉമായി വ്യവഹരിക്കപ്പെടുന്ന അവിടെ ത്രിസപ്ത ഈ 3ഉം 7ഉമായി ഉരുത്തിരിഞ്ഞ് ഈ ലോകത്തെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന
വിശ്വ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ വേദവാണി വാചസ്പതി. വിശ്വാ രൂപാണി ബിഭ്രത പടത്തിൽ സപ്താ രൂപാണി പര്യന്തി. 7 3 രൂപങ്ങളായി പര്യന്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു, ചുറ്റിക്കറങ്ങി നിറഞ്ഞിരിക്കുന്നു വിശ്വാ വിശ്വത്തെ. ബിഭ്രത ധരിച്ചുകൊണ്ട്, ലോകത്തെ ധരിച്ചുകൊണ്ട് ഈ നിൽക്കുന്നത് വാചസ്പതി. വാചസ്പതി വാക്കാണ്. എന്ത് വാക്കാണ്? വേദവാക്കാണ്. വേദവാക്കിന്റെ പതിയായ ഈ വാചസ്പതി ബലാ തേഷാം, ഇവരുടെ ഈ 3 7 വേർപിരിഞ്ഞിരിക്കുന്ന പ്രപഞ്ച ഘടകങ്ങൾക്കൊക്കെ ബലം കൊടുക്കുന്ന ആ എന്താണ്, ഈ സമസ്ത പദാർത്ഥങ്ങൾക്കും ബലം കൊടുക്കുന്ന വാചസ്പതി എന്ന വേദവാണി തന്നുവോ അദ്യ ദധാതു മേ. തന്നു അദ്യ മേ ദധാതു, ഇന്ന് എനിക്കും ആ ബലം ഉണ്ടാക്കി തരട്ടെ. കാരണം ഇവിടെ കാണുന്ന ഇന്ന ത്രിഗുണങ്ങൾക്കും ത്രിമൂർത്തികൾക്കും അഗ്നികൾക്കും അതേപോലെ സപ്തമുനികൾക്കും സപ്തലോകങ്ങൾക്കും ഒക്കെ ബലമുണ്ടാക്കി കൊടുക്കുന്നത് യാതൊരു വേദവാണിയാണോ, ആ വേദവാണി എന്റെ ശരീരത്തിനും ബലമുണ്ടാക്കി തരട്ടെ. ഇതാണ് പ്രാർത്ഥന. അപ്പൊ എന്റെ ശരീരത്തിന് ബലം ആവശ്യമാണ്. ഈ ബലം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സംരക്ഷണ ചെയ്യാൻ സാധിക്കുള്ളൂ, അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈ സംരക്ഷണ ഉണ്ടാക്കിയെടുക്കാനാണ് വാസ്തവത്തിൽ ആദ്യത്തെ പ്രാർത്ഥന. ഇത് ഒരു രക്ഷാചതുരതയ്ക്കുള്ള ബലപ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ പറ്റും. ഒരു മംഗളാചരണം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. കാരണം വാചസ്പതിയായ വേദവാണിയെ സ്തുതിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ആരംഭിക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ ഒരു മംഗളാചരണമായ സ്തുതിയാക്കി നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ആ സ്തുതിയില് അടങ്ങിയിരിക്കുന്ന ഒരു വലിയ പരമോന്നതമായ തത്വമുണ്ട്. 7 3 ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു വ്യാപരിച്ചു നിൽക്കുന്ന, ഈ പ്രപഞ്ചത്തെ ധരിച്ചു നിൽക്കുന്ന ആ വാചസ്പതി എന്ന വേദവാണി ഈ പറയുന്ന 7 3 പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമസ്ത പദാർത്ഥങ്ങൾക്കും യാതൊരു ബലമാണോ കൊടുക്കുന്നത്, ആ ബലം എന്റെ ശരീരത്തിനും തന്ന് എന്റെ ശരീരം ബലിഷ്ഠമായി തീരട്ടെ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. കാരണം ഈ കാണപ്പെടുന്ന പഞ്ചഭൂതങ്ങൾക്കും സമസ്ത പദാർത്ഥങ്ങൾക്കും ബലം ഉണ്ടായെങ്കിലേ പറ്റുകയുള്ളൂ, എങ്കിലേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ അവർക്ക്. ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പഞ്ചഭൂതങ്ങൾ ഇവയ്ക്കൊക്കെ കൽപ്പാന്തം വരെ നിലനിൽക്കുവാനുള്ള ബലം പകർന്നു കൊടുക്കട്ടെ ഈ വേദവാൻ. അപ്പൊ കൽപ്പാന്തം വരെ ഇവരിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിടയ്ക്ക് ഇല്ലാണ്ട് പോവരുത്, ജലം ഇല്ലാണ്ട് പോവരുത്, വായു ഇല്ലാതെ പോവരുത്, പൃഥ്വി ഇല്ലാതെ പോവരുത്, അഗ്നി ഇല്ലാതെ പോവരുത്. കാരണം ഇതൊക്കെ ഇവിടെ ബലിഷ്ഠമായി നിലനിൽക്കണം എന്നൊരു പ്രാർത്ഥനയാണ്. നോക്കൂ, എത്ര കാലത്തേക്കാണ്? മഹാപ്രളയകാലത്തിൽ ഈ ഭൂമി മുങ്ങിപ്പോകുന്നത് വരെ ഈ സമസ്ത പദാർത്ഥങ്ങളുടെയും ബലം ഈ ഭൂമിയിൽ നിൽക്കണം. അതിന് വാചസ്പതിയായ വേദശക്തിക്ക് കഴിയും. അഥർവത്തിലെ ഒരു പ്രാർത്ഥനയാണ് ആദ്യത്തെ. അങ്ങനെ യാതൊരു ബലമാണോ സൂര്യാദികളായ ഗ്രഹങ്ങൾക്കും ഗോളങ്ങൾക്കും അന്തരീക്ഷത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങൾക്കും പൃഥ്വിയിലുള്ള സമസ്ത പദാർത്ഥങ്ങൾക്കും ആരാണോ ഈ ബലം കൊടുത്തത്, ആ വേദവാണി അതേ ബലം എന്റെ ശരീരത്തിൽ നൽകട്ടെ, എന്റെ ശരീരത്തെ ബലിഷ്ഠമായി എനിക്ക് സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ഈ ബലം പകരാനുള്ള ഒരു മനോഹരമായ പ്രാർത്ഥന. അപ്പൊ ഈ വേദവാണി എന്നുള്ളത് വാസ്തവത്തിൽ ആ ബ്രഹ്മശക്തി തന്നെയാണ്. ആ ബ്രഹ്മശക്തി എനിക്കും ബലം പകർന്നു തരട്ടെ. രാജാവിനെ പോലെ ഈ ഭൂമിയെ, പ്രപഞ്ചത്തെ രക്ഷിക്കാൻ ആ ശക്തിക്ക് കഴിയട്ടെ. രാജാവ് എപ്രകാരമാണോ തങ്ങളുടെ നാട്ടിലുള്ള പ്രജകളെ രക്ഷിക്കുന്നത്, അവർക്ക് വേണ്ട വിധത്തിൽ വേണ്ടതെല്ലാം കൊടുത്ത് അവരെ പരിരക്ഷിച്ച് അവരെ ഭരിച്ചു കൊണ്ടുപോകുന്നത്, അതേപോലെ ഈ വേദവാണി ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളെയും പരിരക്ഷിക്കുന്നത് പോലെ എന്നെയും രക്ഷിക്കട്ടെ. ഈ വേദവാണികൾ പഠിച്ചത് നഷ്ടപ്പെടാതെ എന്നും നിലനിൽക്കട്ടെ എന്ന് അടുത്തൊരു മന്ത്രത്തിലാണ്. ഞാൻ ഈ മന്ത്രത്തിലേക്ക് പോവില്ല, ഒരു മന്ത്രം ശരിക്കും പറഞ്ഞിട്ട് ബാക്കി ആശയങ്ങളിലേക്ക് പോകുകയുള്ളൂ. പഠിച്ചത് നഷ്ടപ്പെടാതിരിക്കട്ടെ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. ധാരാളം പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്നതൊക്കെ പഠിപ്പ് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോവുക. ചിലർക്ക് കഷ്ടിച്ച് പരീക്ഷയില്ല, അതോടെ തീരും.
അല്ലെങ്കിൽ ഇവിടെ നിന്ന് കേൾക്കുന്നത് ഈ സ്ഥാനം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പോയി, വീട്ടിൽ ചെല്ലുമ്പോൾ ഇതൊന്നും കയ്യിലില്ല, നഷ്ടപ്പെടുകയാണ്. അതേസമയത്ത് വേറെ ചില കാര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടില്ല. എത്ര ദുഷ്ടവാണികൾ, വചസ്സുകൾ എത്രയോ വർഷം മുമ്പ് ആരെങ്കിലും നമ്മുടെ മേൽ പ്രയോഗിച്ചാൽ അതൊരിക്കലും മറക്കില്ല. അതേസമയത്ത് ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ എളുപ്പം മറന്നുപോകും. ഇത് എനിക്ക് ഇതിനിടയാവാതിരിക്കട്ടെ, ഒരിക്കലും ഇങ്ങനെയുള്ള വാണികൾ ഞാൻ മറന്നു പോവാതിരിക്കട്ടെ, അത് ഒരു പരിരക്ഷയാണ്. നോക്കൂ, ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ രക്ഷ വേണ്ടത് എന്ന് ഈ അഥർവവേദം ശരിക്കും ചിന്തിച്ചിരിക്കുകയാണ്. എന്റെ വാണികൾ എനിക്ക് നഷ്ടപ്പെടാതിരിക്കണം, സദ്വാണികൾ ഇവിടെ പരിരക്ഷിക്കപ്പെടണം, പഠിച്ച ഒരു വിദ്യയും നഷ്ടപ്പെട്ടു പോകരുത്. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. പഠിച്ച വിദ്യകൾ നഷ്ടപ്പെടാതിരുന്നാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പഠിച്ചത് അപ്പൊ തന്നെ നഷ്ടപ്പെടുകയാണെങ്കിൽ എവിടെ ഉപയോഗിക്കാൻ പറ്റും? അതുകൊണ്ട് പഠിച്ച ഓരോ വാണികളും ഓരോ വിദ്യകളും അറിവുകളും നഷ്ടപ്പെടാതെ ആ ജന്മം വരെയും ഇവിടെ രക്ഷിക്കപ്പെടുകയും അതിനുശേഷം വരുന്നവർക്ക് ഈ വിദ്യ ഉപയോഗയോഗ്യമാക്കി തീർക്കുകയും ചെയ്യണം. അങ്ങനെ അറിവിനെ കുറിച്ച്, വിദ്യയെക്കുറിച്ച് മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. അതുമാത്രമല്ല, ശത്രുക്കളിൽ നിന്ന് വിജയം ഉണ്ടാവണം. അഷ്ടരാഗങ്ങളോ അല്ലെങ്കിൽ ഷഡ്വൈരികളോ ആയ ശത്രുക്കൾ ഈ പ്രപഞ്ചത്തിൽ ധാരാളമുണ്ട്. ശത്രു എന്ന് കേട്ടാൽ നമ്മുടെ വിചാരം മറ്റൊരു മനുഷ്യനെ കുറിച്ചോ ഒരു ജീവജാലത്തെ കുറിച്ചോ മാത്രമാണ്. അതല്ല, എന്നിൽ തന്നെയോ മറ്റുള്ളവരിലോ ഉള്ള ഇങ്ങനെയുള്ള കാമക്രോധാദികളായ ദുർവികാരങ്ങളെയോ വിചാരങ്ങളെയോ ശത്രുക്കളാണ്. ആ ശത്രുക്കളെയൊക്കെയും എനിക്ക് ജയിക്കാൻ സാധിക്കണം. ഷഡ്വൈരികളെ ജയിക്കാൻ സാധിക്കണം. അതിനെ ജയിച്ചെങ്കിൽ മാത്രമേ എനിക്കിവിടെ നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് നിലനിൽക്കാനാവില്ല. അതുകൊണ്ട് എന്റെ നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ് എന്നുള്ളത് കൊണ്ട് ഈ ശത്രുവിജയം. ഇനിയും അതിനെനിക്ക് ആവശ്യമായത് ശരീരത്തിന്റെ പരിരക്ഷയാണ്. രോഗങ്ങളൊന്നും ഉണ്ടാവാതെ രോഗനിവാരണം ഉണ്ടാക്കി ശരീരത്തെ കാത്തുസൂക്ഷിക്കണം. അത് അടുത്തൊരാവശ്യമാണ്. അതും ഈ അഥർവത്തിന്റെ പരിരക്ഷയാണ്. നോക്കൂ, ശരീരത്തിന്, മനസ്സിന്, ബുദ്ധിക്ക് ഒന്നും രോഗമുണ്ടാവാതെ അരോഗദൃഢമായ ഒരു ഗാത്രം നമുക്ക് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ജീവിതം സുഖകരമായി തീരുകയുള്ളൂ. ഇതാണ് ആയുർവേദത്തിന് പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം സ്വാസ്ഥ്യമാണ് ആയുർവേദത്തിന്റെ ലക്ഷ്യം, അരോഗത അല്ല. കാരണം സ്വസ്ഥത ഉണ്ടാക്കിയെടുക്കാണ്. സ്വാസ്ഥ്യമാണ് പ്രധാനപ്പെട്ട വിഷയം. സ്വ അവസ്ഥയിലേക്ക് മനുഷ്യന് എപ്പോൾ ഇരിക്കാൻ പറ്റണം. എന്താണ് സ്വ അവസ്ഥ? ആനന്ദം. ഈ ആനന്ദം ഉണ്ടാക്കാനാണ് ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ അരോഗമായി കാത്തുസൂക്ഷിച്ചെങ്കിൽ മാത്രമേ ആനന്ദ അനുഭൂതി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രോഗനിവാരണവും ഈ പരിരക്ഷയുടെ ഭാഗമാണ്. ഈ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന മേഘവും മിന്നലും ഇടിയും ഇവയെല്ലാം സ്തുതിക്കാണ്. ഇത് കണ്ടിട്ടാണ് ചില പാശ്ചാത്യർ, ഭാരതീയർ മേഘത്തെയും മിന്നലെയും ഇടിയും ഒക്കെ സ്തുതിച്ച് പൂജിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് ഈ മേഘം എന്നും എന്താണ്, ഓരോ വർഷകാലത്തിലും ഒരിളവുമില്ലാതെ നമുക്ക് മഴ ലഭിക്കണം. വർഷകാലം അല്ലാത്തപ്പോൾ ഈ മഴ ഉണ്ടാവാതിരിക്കുകയും ചെയ്യണം. നോക്കൂ, ഇത് രണ്ടും നമുക്ക് വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മഴ പൊഴിക്കുന്ന മേഘത്തെ പ്രാർത്ഥിച്ചു, മേഘത്തിന് വേണ്ടി യജ്ഞം ചെയ്തു. ഈ മേഘത്തെ നമ്മൾ ദേവതയായിട്ട്, പർജന്യൻ ദേവതയായിട്ട് കണ്ടു, ആരാധിച്ചു. ഇതാണ് അഥർവേദം ചെയ്തത്. കാരണം ഇത് പരിരക്ഷയാണ്. ഈ മേഘം ഇവിടെ രക്ഷിക്കപ്പെടണം. എക്കാലത്തും ഇവിടെ മഴ വേണം, പർവ്വതങ്ങളും വേണം. അതുകൊണ്ട് പർവ്വതങ്ങൾ ദേവതകളായി. കാരണം മേഘം പർവ്വതത്തിൽ തട്ടിയാണ് ഇവിടെ മഴ പൊഴിക്കാൻ കാരണം. വായുവും നമുക്ക് വേണം. ഈ മഴ പൊഴിക്കാനുള്ള മേഘത്തെ ഒരു ദിക്കിൽ നിന്ന് മറ്റു ദിക്കിലേക്ക് കൊണ്ടുപോകേണ്ട ജോലി വായുവിനാണ്. അങ്ങനെ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളൊക്കെയും നമ്മൾ ദേവതകളാക്കി സ്തുതിച്ചു. വായുവിനെ സ്തുതിച്ചു, മേഘത്തെ സ്തുതിച്ചു, മിന്നലിനെ സ്തുതിച്ചു, ഇടിയെ സ്തുതിച്ചു. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഉപയോഗയോഗ്യമായ സമസ്ത ഘടകങ്ങളെയും പദാർത്ഥങ്ങളെയും നമ്മൾ സ്തുതിക്കാൻ ആരംഭിക്കും. വാസ്തുവിദ്യ പോലും രക്ഷാകവചമാണ്. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സമസ്ത പദാർത്ഥങ്ങളും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഭവനാദികൾ, ഗൃഹാദികൾ, ക്ഷേത്രങ്ങൾ ഇവയൊക്കെ കേടുകൂടാതെ പരിരക്ഷിക്കാൻ വേണ്ടി ആണ് വാസ്തവത്തിൽ വാസ്തുവിദ്യ ഇവിടെ ആവിഷ്കരിച്ചത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ എല്ലാം പരിരക്ഷയുടെ ഭാഗമാണ്. അതിനേക്കാൾ ഉപരി
മനസ്സിന്റെ ശാന്തിയും രക്ഷയാണ്. അതിലേക്കും ഈ വിഷയത്തിലേക്കും ഈ വേദം വിരൽ ചൂണ്ടുകയാണ്. മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കണം. മനസ്സ് ശാന്തമാകണമെങ്കിൽ വാക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അവയവങ്ങൾ, കൈ, കാല് ഇതൊക്കെ എന്ത് ചെയ്യണം? അതിൻ്റെ ജോലികൾ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ച് നന്നാക്കിയെടുത്തെങ്കിൽ മാത്രമേ ആവുകയുള്ളൂ. അടുത്തൊരു പ്രാർത്ഥന അവിടെയാണ്. മനസ്സിന്റെ ശാന്തി രക്ഷ നേടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് വാങ്മ ആസ്യം. വായിൽ വാക്കു വിളയട്ടെ. വാങ്മ ആസ്യം, വാക്ക്, മാ എന്റെ, ആസ്യത്തിൽ വായിൽ, ആയിത്തീരട്ടെ എന്നുവെച്ചാൽ വിളങ്ങട്ടെ. എന്റെ വാക്കുകൾ, വായിൽ നിന്നും വീഴുന്ന വാക്കുകളൊക്കെയും നല്ല തിളക്കമുള്ളത്, വിളങ്ങുന്നത്, ശോഭിക്കുന്നത്, ആർക്കും ആനന്ദമുണ്ടാക്കുന്നത്, എനിക്കും ആനന്ദമുണ്ടാക്കും. അല്ലാത്ത വാക്ക് ഉച്ചരിക്കുമ്പോൾ, ചീത്ത വാക്കുകൾ ഉച്ചരിച്ചാൽ കേൾക്കുന്നവർക്ക് ദുഃഖമുണ്ടാകുന്നു മാത്രമല്ല, ഉച്ചരിച്ചു കഴിയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. ഈ രണ്ട് ദുഃഖവും സഹിക്കുന്നതിനേക്കാൾ ഭേദം നല്ല വാക്കുകൾ എൻ്റെ ഉള്ളിൽ തോന്നിച്ചാൽ എൻ്റെ വായു പരിശുദ്ധമാകും, എൻ്റെ മനസ്സ് പരിശുദ്ധമാകും, കേൾക്കുന്നവർ ശുദ്ധമാകും. ഇങ്ങനെ എല്ലാവരെയും പരീക്ഷിക്കാൻ പറ്റിയൊരു സമഗ്രമായ പ്രാർത്ഥനയാണ് വാങ്മ ആസ്യൻ. ശ്രോത്രം കർണയോ, കേൾവി ചെവികളിലിരിക്കട്ടെ. ശ്രോത്രം എന്താ? എൻ്റെ കർണങ്ങളിൽ. ശ്രോത്രം കേൾക്കുന്നത് ശ്രുതിയിലൂടെ, കേൾവിയിലൂടെ അനുഭവിക്കുന്ന ശബ്ദങ്ങളൊക്കെയും കർണയോ എൻ്റെ കർണങ്ങളിൽ അങ്ങനെ വിളങ്ങട്ടെ, ശോഭിക്കട്ടെ, തിളങ്ങട്ടെ. അപ്പൊ എൻ്റെ ചെവികളിൽ കൂടി കേൾക്കുന്നതൊക്കെ നല്ല വാക്കുകളെ ആയിരിക്കാവൂ. എൻ്റെ ചെവികളെ തിളക്കാൻ പറ്റുന്ന, ശോഭിപ്പിക്കാൻ പറ്റുന്ന വാക്കുകൾ എനിക്ക് കേൾക്കാൻ പറ്റണം. അല്ലാത്ത എനിക്ക് കേൾക്കാൻ ഇടയാവരുത്. അതുപോലെ അപലിത കേശഃ, അപലിത കേശഃ, എൻ്റെ മുടി ഒഴിയാതെയും ഫലിതമാവാതെയും നരയ്ക്കാതെയും ഇരിക്കട്ടെ. കാരണം അത് എൻ്റെ നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ അഥർവ ഏതൊക്കെ വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പുറപ്പെട്ടത്? ആപലിത കേശഃ, എൻ്റെ മുടി കൊഴിഞ്ഞു പോകരുത്, എൻ്റെ മുടി നരച്ചു പോകരുത്. അതിവിടെ പരീക്ഷിച്ച് സംരക്ഷിച്ച് സൂക്ഷിക്കപ്പെടേണ്ടതാണ്. തന്നെയുമല്ല അശോണഃ ദന്തഃ, എൻ്റെ പല്ലിൽ നിന്നും ചോര പൊടിയാൻ ഇടയാവരുത്. ശോണമല്ലാത്ത ദന്തമാണ് ഉണ്ടാവേണ്ടത്. നോക്കിക്കോളൂ, പല്ലിന്റെ സംരക്ഷണ, ചെവിയുടെ സംരക്ഷണ, കേശത്തിന്റെ സംരക്ഷണ, വാക്കിന്റെ സംരക്ഷണ. ബഹു ബാഹുവോ ബലം, എൻ്റെ ബാഹുക്കൾക്ക് ബഹുവായ ബലം ഉണ്ടാകണം. എൻ്റെ കൈകൾക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവണം. മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അടിക്കാനോ തല്ലാനോ കൊല്ലാനോ അല്ല നമ്മുടെ കൈയുടെ ഊക്ക് അല്ലെങ്കിൽ ബലം. അത് എനിക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ്. ഈ പ്രപഞ്ചത്തിൽ നിലനിൽപ്പിന് എനിക്ക് ഉപയോഗിക്കുന്നത് എൻ്റെ ഈ ബലമാണ്. അതുകൊണ്ട് ബാഹുവോ ബലം, എൻ്റെ ബാഹുക്കൾക്ക് ബലമുണ്ടാക്കുന്നത് തന്നെ ആയിത്തീരണം. ഊർവോർ ഓജോ, ഊർവോഹോ ഓജോ കൂടി ചേരുമ്പോൾ ഊർവോർ ഓജോ എന്ന് സന്ധി വരുന്നതാണ്. ഊർവോഹോ എന്ന് വെച്ചാൽ ഊരുക്കൾക്ക് ഓജസ് ഉണ്ടാകട്ടെ. എൻ്റെ ഊരുക്കൾക്ക്, തുടകൾക്ക് നല്ല കാന്തിയും ശോഭയും തിളക്കവും ഉണ്ടാവട്ടെ. എൻ്റെ ശരീരത്തെ നിലനിർത്താനുള്ള ബലവും ശക്തിയും ഒക്കെ ഊരുക്കൾക്ക് ഉണ്ടാകണം. ജംഘയോർ ജവ, എൻ്റെ കണങ്കാലുകൾക്ക് വേഗതയുണ്ടാവണം. ജവ എന്ന് വെച്ചാൽ വേഗത. ജംഘ കണങ്കാല്, എൻ്റെ കണങ്കാലുകൾക്ക് വേഗതയുണ്ടാകണം. അതിവേഗം സഞ്ചരിക്കാൻ പറ്റണം. മടിയില്ലാതെ നടക്കാൻ, സഞ്ചരിക്കാൻ എൻ്റെ കാലുകൾക്ക് കഴിയണം. പാദയോഹോ പ്രതിഷ്ഠ, എൻ്റെ പാദങ്ങളിൽ എപ്പോഴും അവിടെ പ്രതിഷ്ഠാപിക്കപ്പെടണം, അല്ലെങ്കിൽ നിലനിൽക്കപ്പെടണം. ശക്തി ഉണ്ടാവണം എൻ്റെ പാദങ്ങൾക്ക്. എൻ്റെ പാദങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉറപ്പിച്ചു നിൽക്കാനുള്ള ബലവും ശക്തിയും പ്രതിഷ്ഠയും എൻ്റെ പാദങ്ങൾക്കുണ്ടാകണം. ഇങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങൾക്കും ആവശ്യമായ ബലം തന്ന് അവയെ പരിരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ അഥർവവേദം സ്തുതിക്കുമ്പോൾ, ബോധ്യപ്പെടുത്തുമ്പോൾ, അഥർവവേദത്തിന്റെ വിഷയങ്ങൾ ഏതൊക്കെ വഴി കൂടിയാണ് പോവുക? ഈ അഥർവത്തിന്റെ ഒരു ബ്രാഹ്മണത്തില്
അതിന് ഗോവധ ബ്രാഹ്മണം എന്നൊരു ബ്രാഹ്മണമേ ഉള്ളൂ അതിലാണ് ഇന്നത്തെ ക്രിയാകലാപങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അതിലാണെന്ന് തോന്നുന്നു ഒരു മന്ത്രത്തില് ഒരു ഋഷികുമാരൻ ദർഭ മുറിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ദർഭയുടെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥനയുണ്ട്. അല്ലയോ ദർഭകളെ, നിങ്ങളുടെ അഗ്രം മാത്രമേ ഞാൻ നുള്ളിയെടുക്കുകയുള്ളൂ. അത് മനുഷ്യരുടെ മുടി മുറിക്കുന്നത് പോലെയോ നഖം മുറിക്കുന്ന പോലെയോ നിങ്ങളെ വേദനിപ്പിക്കില്ല. അപ്പൊ ദർഭാഗ്രം നുള്ളിയെടുത്താൽ അത് വീണ്ടും കിളിച്ചു വരും. അത് ദർഭയ്ക്ക് നാശമുണ്ടാക്കില്ല. മനുഷ്യന്റെ മുടി മുറിച്ചാൽ അത് വീണ്ടും കിളിച്ചു വരും. നഖം മുറിച്ചാൽ വീണ്ടും കിളിച്ചു വരും. അത് മനുഷ്യന് ശോഭയുണ്ടാക്കുന്നതാണ്, അതിന് നമ്മളെ നശിപ്പിക്കില്ല. അതുപോലെ ഈ ദർഭാഗ്രം നുള്ളിയെടുത്ത് നിങ്ങളെ വേദനിപ്പിക്കാതെ ഞാൻ ഈ ദർഭാഗ്രം കൊണ്ട് പവിത്രവും കൂർച്ചവും ഒക്കെ ഉണ്ടാക്കി പൂജകളിലൂടെ നിങ്ങൾക്ക് മോക്ഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ ദർഭാഗ്രം മുറിച്ചെടുക്കുന്നത്. ഒരു പുഷ്പത്തിന് ചുവട്ടിൽ നിന്ന് പൂവിറുക്കുമ്പോൾ അല്ലയോ പുഷ്പങ്ങളെ, നിങ്ങൾ വിടർന്നത് വണ്ടിന് തേൻ കുടിക്കാൻ വേണ്ടിയാണ്. പൂക്കൾ വിടരുന്നത് അതിനു വേണ്ടിയാണ്. വണ്ടിന് തേൻ കുടിക്കാൻ ഈ പൂക്കളുടെ അകത്തുനിന്നുള്ള തേൻ മാത്രമേ വണ്ടുകൾക്ക് വന്ന് കുടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റാൽ കിട്ടില്ല എന്നറിയാവുന്നത് തന്നെ വണ്ടുകൾ അതിരാവിലെ വന്ന് ഈ തേൻ കുടിച്ചിട്ട് പോകും. അങ്ങനെ തേൻ കുടിച്ചു കഴിഞ്ഞാൽ പൂവിന്റെ ജീവിതം സഫലമായി. എന്റെ ജീവിതത്തിന് ലക്ഷ്യം സാക്ഷാത്കരിച്ചു, ഇനി അത് എപ്പോഴെങ്കിലും കൊഴിഞ്ഞു വീണ് പോവാം, കഴിഞ്ഞു. അങ്ങനെ അല്ലയോ പുഷ്പങ്ങളെ, നിങ്ങൾ വണ്ടുകൾക്ക് തേൻ കൊടുത്ത് നിങ്ങളുടെ ജന്മകൃത്യം സാധിച്ച് ഇനിയും താഴെ വീഴുന്നു പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ അടർത്തിയെടുത്ത് ദേവപാദങ്ങൾ പൂജയായി അർപ്പിച്ച് നിങ്ങൾക്ക് മോക്ഷം നൽകട്ടെ. നോക്കൂ, ഇവിടെ ഒരു ചെടി പോലും നശിക്കാൻ, ഒരു ഇല പോലും നശിപ്പിച്ച് കളയാൻ ആഗ്രഹിക്കില്ല. അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ ശരിക്ക് അറിഞ്ഞവരാണ് അഥർവത്തിന്റെ ഋഷിമാർ. അതുകൊണ്ടാണ് ഒന്നും നശിപ്പിക്കരുത്, ഇവിടെ എല്ലാം സംരക്ഷിക്കപ്പെടണം. ഈ ദർഭ വരും തലമുറകൾക്ക് വേണ്ടി നിൽക്കണം, ഈ ചെടി വരും തലമുറകൾക്ക് വേണ്ടി നിൽക്കണം. ഈ പൂവ് വണ്ടിന് ഉപയോഗിക്കാനുള്ളതാണ്, വണ്ടിന് ദാഹജലമാണ്, അതിൻ്റെ അകത്ത തേൻ. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പൂവ് അധികം വൈകാതെ വാടി ഉണങ്ങി താഴെ വീഴും. അങ്ങനെ വീഴുന്നതിന് മുമ്പ് ആ പൂവിനെ അടർത്തിയെടുത്ത് ദേവപാദങ്ങൾ അർപ്പിച്ചാൽ എത്ര സുന്ദരമായ പ്രാർത്ഥനകളാണ് ഇതിലെ. ഈ വേദത്തെയാണ് നമ്മൾ മാറ്റിയെടുത്തത്. ഈ വേദമാണ് ആഭിചാരത്തിന് വേദമാണ്, 4-ാം വേദമാണ് അവഹേളനോട് നമ്മൾ മാറ്റി നിർത്തത്. അപ്പൊ അങ്ങനെ വാസ്തവത്തിൽ ഈ ആത്മനിഷ്ഠമായ ഒരു വലിയ നിലനിൽപ്പിന്റെ വിഷയം കൂടി ഉണ്ടായിരുന്നുണ്ട്. ആത്മനിപൃഷ്ട, ആത്മസ്വത്വം വീഴാതിരിക്കട്ടെ. ഞാനെന്നുള്ളത് ഈ ജീവിതത്തിന്റെ എൻ്റെ ആത്മാവിൽ ഒതുങ്ങി നിൽക്കുന്ന ഞാനെന്ന സ്വത്വമാണ്. ആ സ്വത്വം ഒരിക്കലും വീണു പോവാതിരിക്കട്ടെ. ഇതാണ് ഇന്ന് വേണ്ട പ്രാർത്ഥന. അത് കയ്യിലുണ്ടെങ്കിൽ ഒരു ആത്മഹത്യയും ഭാരതത്തിൽ ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? ആത്മബലമാണ് നമുക്ക് വേണ്ടത്. ഞാനെന്ന ആത്മസത്ത വീണു പോവാതിരിക്കട്ടെ. ആത്മനിപൃഷ്ട, ചെറിയ വാക്കുകളാണ്, ചെറിയ മന്ത്രങ്ങളാണ്. എന്ത് ആശയങ്ങൾ ആദ്യം കൂടി തരിക. ഇതെന്നും ഉച്ചരിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാനേ ആവില്ല. അപ്പൊ എൻ്റെ ആത്മാവ് ഒരിക്കലും വീണു പോവാതെ എക്കാലവും നിലനിൽക്കട്ടെ. എനിക്ക് അനുഭവിക്കാൻ ഈ ആത്മാവ് നിലനിൽക്കുക തന്നെ വേണം. ഭൗതികതയും ആത്മീയതയും ഒന്നിപ്പിക്കുന്ന ഒരു വേദമാണ് അഥർവം. അത് പല മന്ത്രങ്ങളും നമുക്ക് നന്നായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഹേ വേദമാതാവേ, എനിക്ക് ആയുസ്, ബലം, പ്രജ, കീർത്തി, പശുക്കൾ, ധനം എന്നിവ നൽകണം. അതെനിക്ക് ഈ ഭൗതിക ലോക ജീവിതം നയിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ആയുസ് വേണം. ആയുസ് ഉള്ളിടത്തോളം ബലം വേണം, ശക്തി വേണം. അതിന് ഈ പ്രപഞ്ച വിഭൂതികൾ അനുഭവിക്കാൻ എനിക്ക് സന്താന പരമ്പരകൾ, പ്രജകൾ ആവശ്യമാണ്. എക്കാലവും നല്ല കീർത്തി ഈ ലോകത്ത് നിലനിൽക്കണം. എനിക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ധാരാളം പശുക്കൾ. അന്നത്തെ ഏറ്റവും വലിയ ധനം ഗോധനമാണ്. പശുക്കൾ വേണം. എനിക്ക് സമ്പത്തുകളും ധനവും ധാരാളം ഉപയോഗിച്ച് സുഖമായി ഈ ലോക ജീവിതത്തിൽ ജീവിക്കാൻ പറ്റണം. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. വേദങ്ങൾ അഥർവത്തിൽ മാത്രമാണ് ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തീരില്ല.
എനിക്ക് ബ്രഹ്മ തേജസ് തന്നിട്ട് ബ്രഹ്മലോകവും നൽകണം എന്ന് പ്രാർത്ഥനയുണ്ട്. എനിക്ക് ബ്രഹ്മ തേജസ് വേണം, ബ്രഹ്മശക്തി എന്നിൽ ഇങ്ങനെ പരിലസിക്കണം. അത് മാത്രം പോരാ, അതുകൊണ്ട് എനിക്ക് ബ്രഹ്മലോകത്തിലേക്ക് എത്താൻ പറ്റണം. അപ്പം ഭൗതികതയും ആത്മീയതയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് അനുഭവിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇത് രണ്ടും ഒന്നിച്ചേ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഭൗതികത വിട്ടൊരാത്മീയതയോ ആത്മീയത വിട്ടൊരു ഭൗതികതയോ ഇല്ല. ഭൗതികതയെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അത് നമുക്ക് വേണം. സമ്പത്ത് വേണം, ധനം വേണം, കീർത്തി വേണം, സന്താന പരമ്പരകൾ വേണം, ആയുസ് വേണം, ശക്തി വേണം, ബലം വേണം, തേജസ് വേണം, ഇതൊക്കെ വേണം. പക്ഷേ ഇത് മാത്രം പോരാ, അതോടൊപ്പം എനിക്ക് ഒരു ബ്രഹ്മ തേജസ് വേണം. ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു ഔത്സുക്യം എനിക്കുണ്ടാവണം. അതിന്റെ ഫലമായി എനിക്ക് ബ്രഹ്മലോക സുഖവും അനുഭവിക്കാൻ പറ്റണം. ഇങ്ങനെ ഭൗതികതയും ആത്മീയതയും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതിമനോഹരമായ എത്രയോ പ്രാർത്ഥനകൾ ഈ വേദത്തിലുണ്ട്. ഈ വേദത്തെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്. കാരണം ഈ വേദത്തിനകത്തേക്ക് കിടന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് വെട്ടിക്കുഴപ്പം. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച പോരായ്മയാണ്. ഇനിയും അതിനെന്താണ് വേണ്ടത്? അതിനെനിക്ക് ആയുസ്സിന്റെ ദൈർഘ്യം വേണം. അതുകൊണ്ട് ജീവദൈർഘ്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട് ഇതിൻ്റെ അകത്ത്. ചെറിയ മന്ത്രത്തിലാണ്. എന്താണ്? പശ്യേമ ശരതശതം, ജീവേമ ശരതശതം, ബുദ്ധിയേമ ശരതശതം. എനിക്ക് 100 സൽക്കാലത്തോളവും ഈ പ്രപഞ്ച വിഭൂതികളെ കണ്ട് അനുഭവിക്കാൻ പറ്റട്ടെ. പശ്യേമ അത് കാണുക എന്ന് വെച്ചാൽ കണ്ട് അനുഭവിക്കാൻ പറ്റും. കാണുക എന്ന അനുഭവമാണല്ലോ. ജീവേവ ശരതശതം, 100 സൽക്കാലം, 100 വർഷത്തോളം എനിക്കിവിടെ ജീവിക്കാൻ കഴിയട്ടെ. ഇത് വാസ്തവത്തിൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഇതാണ്. പക്ഷെ ഇന്ന് അധികം ആൾക്കാരും എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നാണ്. പക്ഷെ അഥർവം പറയുന്ന അങ്ങനെയല്ല. ഞാൻ 100 വർഷക്കാലത്തേക്ക് മരിക്കരുത്. കാരണം എന്താ? എനിക്കിതെല്ലാം പഠിക്കണം. ഇതെല്ലാം പഠിച്ചറിഞ്ഞിട്ട് എനിക്ക് ഇന്ന് മരിക്കാവൂ. ഞാനവിടെ കോട്ടയത്ത് ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ 80, 85, 90 വയസ്സുള്ള ചില അമ്മമാരുണ്ട്. അവർ വന്ന് എന്നോട് പറയാറുണ്ട്, ഈശ്വര ഇപ്പോഴെങ്ങും മരിക്കരുത് എന്ന്. ഇതെന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാം? ഇതൊക്കെ ഇത് അറിഞ്ഞിട്ട് വേണ്ടേ? ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഈ വ്യാകരണവും തന്ത്രവും മന്ത്രവും ഒക്കെ അറിഞ്ഞിട്ട് വേണ്ടേ എനിക്ക് ലോകജീവിതത്തിൽ പോവാൻ? അല്ലാതെ പോയാൽ ഞാൻ അപൂർണരാവുകയുള്ളൂ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എനിക്കിതെല്ലാം നഷ്ടപ്പെടാതെ ഈ അനുഭൂതികളെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയ ആയുസ് വേണം എന്ന് പ്രാർത്ഥിക്കണം. ഇതിനാണ് ആയുസ്. 100 കൊല്ലം ജീവിച്ചിരിക്കുന്നു പറഞ്ഞ് ദുഷ്ടത ചെയ്യാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ അല്ല. എനിക്ക് അറിയേണ്ടതെല്ലാം അറിഞ്ഞ് ഭൗതിക ലോക ജീവിതത്തെ നന്നാക്കി ആത്മലോക ജീവിതത്തിലേക്ക് എത്തി മോക്ഷം എന്ന സാക്ഷാത്കാരത്തിലേക്ക് ലയിച്ചു ചേരാൻ പറ്റണം. അതിന് തക്ക ആയുസ് എനിക്ക് വേണം. ഇങ്ങനെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ച വേദമാണിത്. ഇന്ന് നേരെ തിരിഞ്ഞാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജീവേമ ശരതശതം, ബുദ്ധിയേമ ശരതശതം. 100 ശരത്കാലത്തിലേക്കും എനിക്ക് ബുദ്ധിയേമ, ബുദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ. എൻ്റെ ബുദ്ധി 100 വയസ്സ് വരെ നഷ്ടപ്പെടരുത്. ശരീരത്തിന് വാർദ്ധക്യം ബാധിച്ചാലും ബുദ്ധിക്കും മനസ്സിനും ഒന്നും വൃദ്ധതയുണ്ടാവരുത്. അന്തിമ നിമിഷം വരെയും ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിതം നയിക്കാൻ സാധിക്കണം എന്ന് ജീവദൈർഘ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇത് പക്ഷെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാകും. പക്ഷെ അഥർവവേദം ഈ പ്രാർത്ഥന അതിമനോഹരമായി അവതരിപ്പിച്ചിട്ട് എന്തിനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുക. അല്ലാണ്ട് ചുമ്മാതെ ജീവിക്കട്ടെ എന്നല്ല. ആ ജീവിക്കുന്നിടത്തോളം കാലവും ഇതെല്ലാം കണ്ട് കേട്ട് അനുഭവിച്ച് ബുദ്ധിയെ ഉപയോഗിച്ച് വേണ്ടവണ്ണം പ്രവർത്തിപ്പിച്ച് അന്ത്യമായ മോക്ഷത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കണം. ഈശ്വരൻ, പ്രപഞ്ചം, മനുഷ്യൻ, 3 വിഷയത്തെക്കുറിച്ചാണ് ഞാൻ വേദം പഠിപ്പിച്ചപ്പോൾ തുടങ്ങിയത്. 3 വിഷയങ്ങളാണ് വേദത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈശ്വരൻ ആരാണ്, എവിടെ നിൽക്കുന്നു, ഈ പ്രപഞ്ചം എന്താണ്, അതിൽ മനുഷ്യൻ ആരാണ്, അവന്റെ സ്ഥാനം എന്താണ്. ഈശ്വരനെ കുറിച്ച് ഈ അഥർവവേദം പലയിടത്തും പറയും. തമാഹു പരമേ വ്യോമൻ, തം ആഹു അവനെ വിളിക്കപ്പെടുന്നു. പരമേ വ്യോമൻ, പരമമായ ആകാശമെന്ന് അവനെ വിളിക്കുന്നു. ആകാശം പോലെ അനന്തനാണ് ഈ ബ്രഹ്മചൈതന്യം എന്ന ശക്തി. അതിനാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്.
അതുകൊണ്ട് തമാഹു, അവനെ വിളിക്കപ്പെടുന്നു പരമമായ വ്യോമമാണ്. എന്നും നിറഞ്ഞു നിൽക്കുന്ന ആകാശം പോലെ അനന്തമായ ഒരു ശക്തി സ്രോതസ്സാണ് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് ആ ഈശ്വരനെ വിളിക്കുകയും ഈ പ്രപഞ്ചത്തിലെ അനുഭവങ്ങളെയൊക്കെ അനുഭവിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യന് അവിടേക്ക് എത്താൻ പറ്റുക. അപ്പോൾ മനുഷ്യൻ പൂർണ്ണനായി. പൂർണ്ണാത് പൂർണ്ണം ഉദയത്തി, പൂർണ്ണത്തിൽ നിന്നാണ് പൂർണ്ണങ്ങൾ ഉദയം ചെയ്യുന്നത്. എല്ലാ പൂർണ്ണങ്ങളും ഈ പൂർണ്ണത്തിലേക്ക് അസ്തമിക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ ഒരു ശാന്തിമന്ത്രം ഉപനിഷത്തിൽ കേട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഛായ ഈ അഥർവത്തിനുണ്ട്. അഥർവത്തിൽ നിന്നും എടുത്താണ് ആയിരിക്കണം ഉപനിഷത്തിൽ ചേർക്കാൻ കാരണം. അതുകൊണ്ടാണ് പൂർണ്ണാത് പൂർണ്ണം ഉദയതി. സദ് വിപ്ര ബഹുധാ വദന്തി എന്നുള്ള മന്ത്രം ഇതിലുണ്ട്. ഏകം സദ് വിപ്രാഹ, ഒന്നായിരുന്ന അതിനെ വിപ്രന്മാർ ബഹുധാ വദന്തി, പല പ്രകാരത്തിൽ പറയുന്നു. അപ്പം ആകാശം പോലെ, ആകാശം ഒന്നാണ്. ആകാശം ലക്ഷണം പറയുമ്പോൾ ഏകം വിഭു നിത്യം ച, ആകാശം ഏകമാണ്, ഒന്നാണ്, അത് വിഭജിച്ച് മാറ്റാൻ പറ്റില്ല. വിഭുവാണ്, നിത്യവുമാണ്, സർവവ്യാപിയാണ്. വിഭു എന്ന് വെച്ചാൽ വിശേഷണ ഭൂയതേ, എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നതാണ് വിഭു. ഏകമാണ്, വിഭുവാണ്, സർവവ്യാപിയാണ് ആകാശം. അതേപോലെയാണ് ഈശ്വരൻ. അതുകൊണ്ട് ഏകം സദ് വിപ്ര ബഹുധ വദന്തി, ഒന്നായിരുന്ന ആ ആത്മശക്തിയെ വിപ്രന്മാർ പല തരത്തിൽ പറയുന്നു മാത്രമേ ഉള്ളൂ. വിപ്രന്മാർ എന്ന് വെച്ചാൽ അറിവുള്ളവർ എന്നേ ഉള്ളൂ, വെറും ബ്രാഹ്മണർ എന്ന് മാത്രമേ അർത്ഥമില്ല. വിശേഷേണ പാപാത് ആത്മാനം പരം ച പാതീതി വിപ്രഹ എന്നാണ്. വിശേഷേണ പാപാത് ആത്മാനം പരം ച പാതി, ആത്മാവിനെയും പരനെയും തന്നെയും മറ്റുള്ളവരെയും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് വിപ്രൻ. അപ്പൊ വിപ്രൻ ലക്ഷണം ഈ രക്ഷാചതുരതയാണ്. മറ്റുള്ളവരെ രക്ഷിച്ചാൽ മാത്രം പോരാ, സ്വയം രക്ഷ നേടുകയും വേണം. ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ വിപ്രനാണ്. ഇത്രയേ ഉള്ളൂ വിപ്രശബ്ദത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ഏകം സത്, ഒന്നായ ആ സത്ത്, ഉള്ളതിനെ, സത്ത് എന്ന് വെച്ചാൽ ഉള്ളത് എന്നാണ്. അസത്ത് ഇല്ലാത്തതാണ്. നമുക്ക് ഏറ്റവും പരിചയം അസത്താണ്, സത്തല്ല. അസത്തിനെ നമുക്ക് നല്ല പരിചയമാണ്, കാരണം ഇല്ലാത്തതാണ്. ഏകമായ ആ സത്ത് വിപ്രന്മാർ, പണ്ഡിതന്മാർ, അറിവുള്ളവർ ബഹുധ വദന്തി, പല പ്രകാരത്തിൽ പറയുന്നു. എന്നിങ്ങനെ നമ്മൾക്ക് പരിചിതമായ കുറെ സൂക്തങ്ങൾ, മന്ത്രങ്ങൾ അഥർവത്തിലുണ്ട്. ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ടാണ് അന്തിമ ഭാഗത്തിലേക്ക് കടന്ന് ആഭിചാരക്രിയകളെ കുറിച്ച് പറഞ്ഞത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ഇത് അതിനകത്ത് പറയാൻ കാരണം പരിരക്ഷയുടെ ഭാഗമാണ്, അത്ര മാത്രമേ ഉള്ളൂ. എന്തു ചെയ്തും രക്ഷ നേടണം. അതൊരു മാനസികമായ ചികിത്സാ പദ്ധതിയായി ഉപയോഗിച്ചാലും തരക്കേടില്ല. കാരണം എന്താണ്, ഇവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ കിട്ടിയാൽ നിങ്ങൾക്ക് നിത്യശാന്തി കിട്ടും എന്നാണ് പറയുന്നതെങ്കിൽ ആ ഭൂതപ്രേതാദികളിൽ നിന്നും രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാവിധ കർമ്മങ്ങളും ചെയ്യാൻ ഈ വേദം നമ്മെ പ്രേരിപ്പിക്കലാണ്. നോക്കൂ, എന്തു ചെയ്തും ഒരു രക്ഷയാണ്, സുരക്ഷിതമായ ഒരു ജീവിതചര്യ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കണം. ഇത് മനുഷ്യന് ആവശ്യമാണ്. മനുഷ്യ ജീവിതത്തോളം ഇറങ്ങി വരുന്ന ഒരു വേദം. ഞാൻ ആദ്യം പറഞ്ഞു, 4 വേദങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ 4 തത്വങ്ങൾ നമുക്ക് തന്നിട്ട്, സന്ദേശം തന്നിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഏത് വേദമാണ് നമുക്ക് വേണ്ടാത്തത്? ജ്ഞാനവും നൽകുന്ന ഋഗ്വേദം, കർമ്മം നൽകുന്ന അഥർവം, യജുസ്, കർമ്മം നൽകുന്ന ആനന്ദം നൽകുന്ന സാമം, സംരക്ഷണം നൽകുന്ന അഥർവം. ഈ 4 നമുക്ക് വേണ്ടേ? നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 4. ഇപ്പോഴാണ് ജീവിതവും വേദവുമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാകുന്നത്. ഇതുവരെ വേദം നമ്മിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ഇത് ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണ്, മറ്റാർക്കും പറ്റുന്നതല്ല. ഇത് ചുമ്മാ മന്ത്രങ്ങളും സൂക്തങ്ങളും മാത്രമേ ഉള്ളൂ, കുറെ യജ്ഞവും ഹോമവും ഒക്കെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പഠിപ്പിച്ച് വശമാക്കി വെച്ചിരുന്നു. പക്ഷേ മന്ത്രങ്ങളുടെ അകത്തേക്ക് കടന്നു കയറുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിത്യജീവിതവുമായി ഏറ്റവും അധികം ബന്ധിക്കപ്പെട്ടതാണ് ഈ വേദങ്ങൾ. എത്രയോ ഋഷിമാർ എത്ര കാലങ്ങൾ തപസ് ചെയ്ത് കണ്ടെത്തിയ സത്യമാണ് ഇത് മുഴുവൻ. അങ്ങനെ ഈ അഥർവത്തിന്റെ ഏറ്റവും അവസാനത്തെ സൂക്തങ്ങളില് അശ്വനി കുമാരന്മാരെ സ്തുതിച്ചുകൊണ്ടാണ് ഒടുവിലത്തെ സൂക്തം അവിടെ പരിസമാക്കുന്നത്. ആദ്യത്തെ സൂക്തം ഞാൻ പറഞ്ഞു, ഒടുവിലത്തെ സൂക്തങ്ങൾ ശരിയാണ് നമുക്ക് ഉപസംഹരിക്കുന്നത്. മധുമതി ഓഷധീർദ്യാവ ആപോ മധുമന്നോ ഭവത്വന്തരിക്ഷം.
മധുമതീഹി, മധുമതി മധു ഉള്ളതായി തീരട്ടെ. ഓഷധീഹി ദ്യാവ, ഓഷധികൾ, ദ്യാവ ആകാശം, ആപോ ജലം, അന്തരീക്ഷം, ഇതൊക്കെ മധുമന്നോ ഭവതു, ഇതൊക്കെ മധു നിറഞ്ഞതായി തീരട്ടെ. ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ തേൻ കൊണ്ട് നിറയ്ക്കട്ടെ. ജലത്തിന്റെ മധുരിമ, മധുരരസം അതിലെ തേനാണ്, അതിന്റെ രസമാണ്. അതെല്ലാ ജീവജാലങ്ങൾക്കും അനുഭവിക്കാൻ പറ്റണം. മനുഷ്യർക്ക് മാത്രമല്ല, വെള്ളം സമസ്ത ജീവജാലങ്ങൾക്കും വേണം. അതുകൊണ്ട് ഓഷധികൾ, ഇവിടെ ചെടികൾ, സസ്യജാലങ്ങൾ മധുമതികളാണ്. അതിൽ നിന്നുള്ള അതിന്റെ എസൻസ് ആണ് ഇവിടെ മധു എന്ന് പറഞ്ഞേക്കുന്നത്. ആ എസൻസ് എല്ലാ ചെടികൾക്കുമുള്ള എസൻസ് ഓഷധികളായിത്തീരുന്നു. അതുകൊണ്ട് ഈ മധുമതികളായി ഓഷധികൾ ഇവിടെ നിലനിൽക്കണം. ദ്യാവ, ദ്യോവ് ആകാശം, അന്തരീക്ഷം നിലനിൽക്കണം. ആപഹ ജലം മധുരമയാർന്ന് നിലനിൽക്കണം. അന്തരീക്ഷം മധുരമയായിരിക്കണം. ഇതിലൊക്കെയുള്ള എസൻസുകൾ നഷ്ടപ്പെടാതെ ഇവിടെ എന്നും നിലനിൽക്കുക ചെയ്യണം. അങ്ങനെ നിലനിന്നാൽ ഇത് നിലനിൽപ്പിന്റെ വേദമാണ്. ഇത് മധുമയമായി തീരട്ടെ എല്ലാം. എങ്കിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈ മധുരിമയാണ് നമ്മെ ആകർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ മധുരതയാണ് മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും, മാധുര്യമാണ് നമുക്ക് വേണ്ടത്. മറ്റൊരു രസവും നമുക്ക് ആവശ്യമില്ല. ഏറ്റവും പ്രധാന മാധുര്യമാണ്. അതുകൊണ്ട് ഈ മാധുര്യരസം ഈ പ്രകൃതിയിലുള്ള സമസ്ത ജീവജാലങ്ങളിലും അടക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണക്കാരൻ അശ്വിനി കുമാരന്മാരെന്ന ദേവതകളാണ്. അവർ വാസ്തവത്തിൽ ഭിഷഗ്വരന്മാരാണ്. അതുകൊണ്ട് അവരെ പ്രാർത്ഥിക്കാണ്, നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും, വെള്ളത്തിലും അന്തരീക്ഷത്തിലും ഓഷധികളിലും ഒക്കെ, നദികളിലും കുളങ്ങളിലും കിണറുകളിലും ഒക്കെ മധുരിമ നിറച്ചു വെക്കട്ടെ. അന്തരീക്ഷം മധുരമായി തീരട്ടെ. ഞങ്ങൾക്ക് ഈ മധുരിമ അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ. എത്ര സുന്ദരമായ പ്രാർത്ഥന ചൊല്ലിയാണ് ഈ മന്ത്രം ഇവിടെ ഉപസംഹരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത്രയും സമയം അഥർവവേദത്തിൽ കൂടി ഒരു ഓട്ടപ്രദക്ഷിണം ചെയ്യാൻ 20 കാണ്ഡങ്ങളിലുള്ള 5570 മന്ത്രങ്ങൾ കൂടി, ആ മന്ത്രം എല്ലാം നമ്മൾ എടുത്തിട്ടില്ല. അതിലെ ജീവിതവുമായി ബന്ധപ്പെട്ട ചിലത് മാത്രം. ഞാൻ ആദ്യം പറഞ്ഞു സ്ഥാലി പുരാഗന്യായന ചിലത് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ എടുത്താണ് നമ്മളിപ്പോൾ ഈ വേദ സംഹിതകളുടെ ഒരു ഏകദേശ ജ്ഞാനം പൂർണ്ണമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേദം എന്തിനാണ്, അതിന്റെ ഉപയോഗം എന്താണ്, അഥർവം പഠിക്കേണ്ടതാണ്. അത് മാറ്റിക്കളയേണ്ടതല്ല. അത് ആരെങ്കിലും നമ്മളോട് പറഞ്ഞെങ്കിൽ നമ്മൾക്ക് അവരോട് പറയാൻ പറ്റണം, ഇതാ നോക്കൂ, ഇന്നത്തെ നിങ്ങൾ പറയുന്ന മന്ത്രവാദം മാത്രമല്ല, എത്രയെത്രയോ ജീവിതത്തിലേക്ക് ഉപയോഗയോഗ്യമായ തത്വങ്ങൾ, ശകലങ്ങൾ, സന്ദേശങ്ങൾ, അനുഭവങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. ഉപദേശങ്ങൾ ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അഥർവത്തിലൂടെ നമ്മൾ പൂർണ്ണമാക്കിയിരിക്കുന്നു നമ്മുടെ വേദപഠനം. ഏതാണ്ട് 4 ക്ലാസ്സുകളിലെ ആദ്യത്തെ ക്ലാസ് ആമുഖമായിരുന്നു. പിന്നത്തെ 4 ക്ലാസ്സുകളിലൂടെ ഋഗ്, യജുസ്, സാമം, അഥർവം എന്ന 4 വേദത്തെ കുറിച്ച് നമ്മൾ ഏകദേശ ചർച്ച നമ്മൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു സമ്പൂർണ്ണമായി ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ ബുദ്ധി ഒരു കുഞ്ഞുവെള്ളം പോലെയാണ്. ഈ സമുദ്രം പോലിരിക്കുന്ന വേദത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എൻ്റെ ഈ ബുദ്ധിയാകുന്ന ചെറിയ വള്ളത്തിന് വലിയ കഴിവൊന്നുമില്ല. എത്രത്തോളം എത്തിപ്പോകുമെന്ന് എനിക്ക് അറിയുകയില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അതുകൊണ്ട് അപാരമായ ഈ വലിയ ജ്ഞാന സമുദ്രത്തെ കണ്ട് ആസ്വദിക്കുക, ആനന്ദിക്കുക, അനുഭവിക്കുക, അത്രേ നമുക്ക് പറ്റുള്ളൂ. ഒരു ജന്മം കൊണ്ട് ചിലപ്പോൾ ഇതൊന്നും ആയില്ല എന്ന് വരാം. ജന്മ പരമ്പരകൾ നമുക്ക് ഇത് ഉപയോഗിച്ചാലും വേണ്ടില്ല. ഈ വേദസംഹിതകൾ പഠിക്കണം, അറിയണം. അതിന് പ്രചോദകമായി തീരാനാണ് സനാതന ധർമ്മ സ്കൂളിലെ ഈ സനാതന പരിചയത്തിൽ വേദത്തെക്കുറിച്ച് ഇത്രയും പറയാൻ കാരണം ഈ വൈദിക സംസ്കൃതിയാണ് ഭാരതത്തിന് അടിത്തറ. അതൊരിക്കലും നഷ്ടപ്പെടരുത്. അത് നിലനിൽക്കണം, സൂക്ഷിക്കണം, വരുന്ന തലമുറയ്ക്ക് നമുക്ക് കൊടുക്കുകയും വേണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഈ 4 ക്ലാസ്സുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായെങ്കിൽ ഞാൻ കൃതാർത്ഥൻ. എൻ്റെ ഗുരു പരമ്പരകളോടും ഋഷി പരമ്പരകളോടും ഉള്ള ഒരു കടം എനിക്ക് വീട്ടാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം മാത്രമേ എനിക്കുള്ളൂ. ഇത്രയൊക്കെ എനിക്ക് പറയാൻ സാധിച്ചത് ഗുരുജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അത് ഇനിയും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഈ ഗുരുജനങ്ങളുടെ അനുഗ്രഹം കിട്ടിക്കൊണ്ട് ഇനിയും വേദങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കാൻ. ഞാൻ പറഞ്ഞു, ഇത് തീരുമ്പോൾ ഇനിയും നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ വേദത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയ സ്റ്റഡികൾ ആവശ്യക്കാരുടെ ഭാഗം അനുസരിച്ച് നമുക്ക് വീണ്ടും ആവാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ വേദസംഹിതകളെ കുറിച്ചുള്ള പാഠം ഇവിടെ ഉപസംഹരിക്കുകയാണ്.
ഈ 4 ക്ലാസ്സുകൾ കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു 10ഓളം ചോദ്യങ്ങൾ ഈ നമ്മൾ ഇതിനകത്ത് ഇടും. അതൊരു ചെറിയ പരീക്ഷ പോലെ, പ്രശ്നോത്തരി പോലെയാണ്. അതിന്റെ ഉത്തരം നിങ്ങൾക്കെല്ലാം ഇവിടേക്ക് എഴുതി വിടാം. അതിവിടെ സൂക്ഷിച്ച് നമ്മൾ ഒരു പരീക്ഷ പോലെ അത് പരിഗണിച്ച് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം പുറകെ നിങ്ങൾക്ക് വരും. ഈ 4 വേദങ്ങളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന മന്ത്രഭാഗങ്ങളിൽ വിട്ടുപോയതോ പൂർണ്ണമാവാതോ മനസ്സിലാവാത്തോ ഉണ്ടെങ്കിൽ ഇനിയും ആവശ്യപ്പെട്ടാൽ അത് ഈ ഗ്രൂപ്പിൽ എഴുതിയിടാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയാനും വായിക്കാനും പഠിക്കാനും സന്ദർഭം ഉണ്ടാകും. അല്ലാതെ വിട്ടുപോയതൊക്കെ മറ്റ് ഗ്രന്ഥങ്ങൾ നോക്കി നിങ്ങൾക്ക് വായിച്ചു പിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം എൻ്റെ ഈ വേദവാണികൾ സശ്രദ്ധം വളരെ സന്തോഷത്തോടെ കേട്ടിരുന്നു. നിങ്ങളുടെ എല്ലാ മുഖം എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഞാൻ ആ മുഖം എൻ്റെ മനസ്സ് സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഈ ഒരു വേദം അറിഞ്ഞതിൻ്റെ സുഖം അനുഭൂതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം അർപ്പിക്കുന്നു. അടുത്ത ക്ലാസ് മുതലേ വേദ അംഗങ്ങളെ കുറിച്ചാണ്, 6 വേദാംഗങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഇനി മുതൽ ആരംഭിക്കുന്നത്. അത് കേൾക്കാൻ നിങ്ങൾ എല്ലാവരും സജ്ജരായി വരണം എന്ന് ഒന്നുകൂടി ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ വേദവാണിയുടെ പാതാരബിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.